ഹലോ നമസ്കാരം. നല്ല എരിവും പുളിയും നല്ല മധുരമൊക്കെ ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു രുചിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ. വേറൊന്നുമല്ല, പൈനാപ്പിൾ കറിയാണ്. ഇത് നമ്മൾ സാധാരണ സദ്യയുടെ സമയത്തൊക്കെ മാത്രമേ വീട്ടിലൊക്കെ വെക്കാറുള്ളൂ. പക്ഷേ എന്തോ എനിക്ക് പൈനാപ്പിൾ കറി കഴിക്കണമെന്ന് കുറേ ദിവസം കൊണ്ടൊരാഗ്രഹമാണ്. ഫ്രഷ് പൈനാപ്പിൾ അങ്ങനെ നമുക്കിവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല. അഥവാ കിട്ടിയാൽ തന്നെ വേറൊരു രുചിയും പുളിയും പിന്നെ നമ്മുടെ നാട്ടിലത്തേതുപോലെ നല്ല മധുരത്തിലൊന്നും കിട്ടാറില്ല. ഈ ടിന്നിനകത്തുള്ള പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഷുഗർ സിറപ്പിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു മധുരം പൈനാപ്പിളിന് ഉണ്ടാവും. അങ്ങനെ ടിന്നിനകത്തെ പൈനാപ്പിൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഈ അരിഞ്ഞെടുത്ത പൈനാപ്പിളിലേക്ക് നല്ല എരിവുള്ള മുളകുണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേകാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി പൈനാപ്പിൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പൈനാപ്പിൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിക്കകത്ത് ചേർക്കാനുള്ള ഒരു അരപ്പും കൂടെ റെഡിയാക്കിയെടുക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം മതി നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനുള്ള ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ വേകും. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്തിട്ട് നല്ല തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും നല്ല കട്ട തൈരുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ കറി റെഡിയാവും. യൂഷ്വലി നമ്മൾ സദ്യക്കും ഓണത്തിനും വിഷുവിനും ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ആഗ്രഹം തോന്നുമ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അധിക സമയമൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കറി റെഡിയായി. അതിലേക്ക് കുറച്ച് കടുകും ചെറിയ ഉള്ളിയും പിന്നെ ചുവന്ന മുളകും ഒക്കെ കൂടെ ഒന്ന് കടുക് വറുത്തിട്ടു. ഇനി ചൂട് ചോറിലേക്ക് നല്ല പൈനാപ്പിൾ കറിയും, പിന്നെ ഞാൻ ഇന്ന് പൈനാപ്പിൾ കറി മധുരവും എരിവും പുളിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സൈഡിലേക്ക് നന്നായിട്ടൊന്ന് കിടപിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്കയും ക്യാരറ്റും കൂടെ തോരനാണ്. കാരണം എരിവിൻ്റെയും പുളിയുടെയും മധുരത്തിൻ്റെയും കൂടെ കുറച്ച് കയ്പും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ക്യാരറ്റ് ചേർത്തതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കയ്പൊന്നുമില്ല, എന്നാലും ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാവയ്ക്കക്കറിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ സൂപ്പറായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു മീൻ വറുത്തതും കൂടെയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഊണെല്ലാം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിരുന്നു, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.